ഒരു കുടുംബത്തിന്റെ ഉപജീവന മാർഗം തല്ലിത്തകർത്തിരിക്കുകയാണ് കോട്ടയം താഴത്തങ്ങാടി ആലുമൂട് ഭാഗത്ത്. നമുക്ക് തൊട്ടു പിന്നിലുള്ള ഈ കടയാണ് ഇന്ന് ഉച്ചയോടുകൂടി തല്ലിത്തകർത്തത്. യാതൊരു പ്രകോപനവും ഇല്ലാതെയാണ് ഈ ഒരു കട തല്ലിത്തകർത്തത് എന്നാണ് നാട്ടുകാരും അതുപോലെ തന്നെ ഈ ഒരു കടയുടെ ഉടമകൾ ഉൾപ്പെടെ പറയുന്നത്. മുമ്പും സമാനമായ രീതിയിൽ 6 തവണ ഈ കടയിലെ സാധനങ്ങൾ ഉൾപ്പെടെ തല്ലിത്തകർക്കുന്ന സാഹചര്യമുണ്ട്. ഈ ചായക്കടയുടെ തൊട്ട് സൈഡിലായുള്ള വീട്ടിലെ റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥനാണ് ഈ ഒരു അതിക്രമം നടത്തിയത് എന്നാണ് ഇവർ പരാതിയിൽ പറയുന്നത്. Look, he's my brother. He's a VFX director. Oh, nice. പുതിയ ഇന്ത്യ പുതിയ കരിയേഴ്സ് തിരഞ്ഞെടുക്കുന്നു, ജോലികൾ തയ്യാറാകുന്നു. ഇന്ന് തന്നെ ജോയിൻ ചെയ്യൂ അരീന ആനിമേഷൻ. റിക്രൂട്ടേഴ്സ് ചോയ്സ്, ഇൻഡസ്ട്രിയുടെ വോയിസ്. വരുന്നതെന്ന് പറഞ്ഞാൽ പുള്ളിയുടെ മകള് ഞങ്ങളെ വിളിക്കുമായിരുന്നു ഉച്ചയ്ക്ക് 1 മണിയായപ്പോൾ. നൗഷിതെ വാപ്പിച്ച് കടയെല്ലാം തല്ലി പൊളിക്കുന്നു, നൗഷിത് പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്, അതുകൊണ്ട് നൗഷിത് അവിടം വരെ ഒന്ന് ചെല്ലാവോ എന്ന് ചോദിച്ചു. അങ്ങനെ ഇവനിങ്ങനെ എത്താ ഒന്ന് വാത്താ, ഞാൻ ഇനി എന്നെ എടുക്കുമോ, ഞാൻ ജീവിക്കാൻ വേണ്ടിയല്ലേ എത്താ ഞാനിതിന് ഇറങ്ങിയിരിക്കുന്നത്, എത്ര രൂപയാണ് പുള്ളി കാരണം എനിക്ക് എപ്പോഴും പോകുന്നു. ഇതിപ്പോൾ 6 7 പ്രാവശ്യമായി. ഈ 16-ാം തീയതി ആയപ്പോൾ 6 മാസമായി കട ഇട്ടിട്ട്. ഇപ്പോൾ ഒരു 7ാമത്തെ പ്രാവശ്യമാണ് പുള്ളി സാധനങ്ങൾ ഇങ്ങനെ നശിപ്പിക്കുന്നത്. പുള്ളിയോട് നമ്മൾ ഇന്ന് വരെ ഇപ്പോഴും അവൻ നിൽക്കാന്നല്ലാതെ മറുത്തൊന്നും പറയുന്നില്ല. നല്ല വിദ്യാഭ്യാസമുള്ള ഒരു പയ്യനാണ്, അവന് പഠിച്ച ജോലി ആയില്ല. അപ്പോൾ അവൻ പറഞ്ഞ നമ്മച്ച് കഷ്ടപ്പെട്ട് ജീവിക്കുക, ഒരു ചായക്ക് 10 രൂപയ്ക്ക് ഒരു ചായ വിറ്റ് എനിക്ക് 1 രൂപ ആയിരിക്കും കിട്ടുന്നത്. അവൻ്റെ അപ്പനെ അമ്മേനെ നോക്കാൻ അവൻ കഷ്ടപ്പെടുക കിടന്നു. ഈ പുള്ളിനെ കൂട്ട് നമുക്ക് പണവോ പത്രാസോ ഒന്നും ഇല്ല. അന്നു വേലയെടുത്ത് അന്നു ജീവിക്കാനല്ലേ നമ്മളിതിന് ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ പുള്ളി എന്നും ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്കത് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കും. 6 പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട്, 6 പ്രാവശ്യം. ഇനിയിപ്പോൾ നിയമപരമായിട്ട് തന്നെ പോരാ. ഞാൻ ഇവിടെ കട നടത്താൻ തുടങ്ങിയ ഒരു 6 മാസം കഴിഞ്ഞു. 6 മാസം മുമ്പ് തന്നെ ഞാൻ ഇവരോട് ആദ്യം പെർമിഷൻ മേടിച്ചാണ്. ഞാൻ ആദ്യമേ കട ഇവിടെയാണ് ഇട്ടത്. അപ്പോൾ ഇവർ പറയുന്നത് ഇത് ഇവരുടെ വീടിൻ്റെ വാതിലാണ്, മാറ്റി കൊടുക്കണമെന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ ഫ്രണ്ടിലോട്ട് കയറ്റിയിട്ട് അപ്പോൾ അപ്പുറത്തെ വീടിൻ്റെ ഫ്രണ്ടിലായി. അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു കുഴപ്പമില്ല, ചെയ്തോളാൻ പറഞ്ഞു. ഇവർ ഒരു 10 പ്രാവശ്യത്തിന് മുകളിലായി ഈ കട ഇവിടുന്ന് മാറ്റണമെന്ന് പറഞ്ഞുകൊണ്ട് എന്നോട് പലർക്കായിട്ട് പരാതി കൊടുത്തോണ്ടിരിക്കുക. ഞാൻ പറയുന്നത് ഞാൻ ഇത് ജീവിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്, വേറെ സിഗരറ്റ് വയ്ക്കുന്നില്ല, ബീഡി വയ്ക്കുന്നില്ല, ഒന്നും വയ്ക്കുന്നില്ല, ചായ മാത്രമേ വയ്ക്കുന്നുള്ളൂ. ഇവിടെ ഒരു പണിക്കാരനില്ല, ഒന്നുമില്ല. ഈ 6 മാസമായിട്ട് ഞാൻ തന്നെയാണ് ഇതിവിടെ ചായ അടിച്ചു കൊടുക്കുന്നത്, ഇവിടെ പലഹാരങ്ങൾ ഉണ്ടാക്കുന്നത് എല്ലാം ഞാൻ തന്നെയാണ്. ഞാനും എൻ്റെ ഉമ്മായും എൻ്റെ വാപ്പായും കൂടെയാണ് ചെയ്യുന്നത്. ഇപ്പൊ ഇന്ന് വന്നപ്പോഴത്തേനും ഞാൻ വന്നപ്പോൾ ഇവിടെ ഫുള്ള് തടികളാണ് കിടക്കുന്നത്. ഇവിടെ മൊത്തം തടികൾ ഇരിപ്പുണ്ട്. 6 അടി 8 അടി നീളമുള്ള തടികൾ അപ്പുറം എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഒറ്റയ്ക്ക് ഞാൻ അതെല്ലാം ചുമന്നുകൊണ്ട് അപ്പുറം ഇട്ട് തിരിച്ച് വീട്ടിൽ പോയി കട ഉറക്കാനുള്ള പരിപാടി നോക്കിയപ്പോഴാണ് ഇവരുടെ മരുമോളാണ് എന്നെ വിളിച്ചു പറഞ്ഞത് ഇതുപോലെ ഇത് മൊത്തം തല്ലി തകർത്തിട്ടിരിക്കുകയെന്ന് പറഞ്ഞു. ഇവിടെ വന്ന് നോക്കിയപ്പോഴത്തേക്കും പുള്ളി പറഞ്ഞു നിന്നോട് ഞാൻ പറഞ്ഞല്ലേ ഇതിവിടെ ചെയ്യരുതെന്ന് പറഞ്ഞല്ലേ എന്ന് പറഞ്ഞു. ഞാൻ പറയും ഞാൻ എന്താ ചെയ്തത്, ഞാൻ ഇവിടെ കച്ചവടം ചെയ്യുന്നത്, നിന്നോട് ഇത് എൻ്റെ വീടിൻ്റെ വാതിലാന്നാ പറയുന്നത്. പുള്ളി പറഞ്ഞു ഇത് ഇവരുടെ സ്ഥലമാണ്, ഈ മരം ഇവിടെ വെച്ചാണ്, വല്ല ഇവരുടെയാന്നാ പറയുന്നത്. പുള്ളിയുടെ പേര് സുലൈമാൻ. ഞാൻ ഇപ്പോൾ സ്റ്റേഷനിൽ പോയി കംപ്ലൈൻറ്റ് കൊടുത്തിട്ട് ഒരുപാട് SI ഉണ്ടായിരുന്നു. അവർ പറഞ്ഞ് ഒത്തുതീർപ്പായിട്ട് അല്ല അവരിവിടെ വന്ന് എല്ലാ ദിവസവും വരുന്നതാണ്, പോലീസുകാരൊക്കെ ഇവിടെ ചായ കുടിക്കാൻ വരുന്നതാണ്. അപ്പോൾ നമ്മൾ റിട്ടയർഡ് പോലീസുകാരാണ്. അപ്പോൾ അവരെന്നോട് ആദ്യം പോലെ പറയുന്നുണ്ട് ഞാൻ റിട്ടയർഡ് പോലീസുകാരനാണ്, ഇവരുടെ വൈഫ് ലെക്ചറാണ്, എവിടെയോ ലെക്ചറർ പ്രിൻസിപ്പൾ ആയതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഹോൾഡ് ഉണ്ട്, ഞാൻ നിന്നെ കൊണ്ട് ഇത് ചെയ്യിക്കത്തില്ലെന്ന്. കളക്ടർക്ക് വരെ ഒരു പരാതി കൊടുത്തിട്ടുണ്ട്, എല്ലാവർക്കും പരാതി കൊടുത്തിട്ടുണ്ട്, നഗരസഭയെ പരാതി കൊടുത്തിട്ടുണ്ട്, എല്ലായിടത്തും പരാതി കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇപ്പൊ ജീവിക്കാൻ വേണ്ടി ചെയ്യുന്ന ഇവർ സമ്മതിക്കത്തില്ല. ഇവരുടെ വീടിന്റെ വാതിലോട്ട് ചെല്ലുന്നില്ല, ഇവരുടെ വീടിന്റെ അകത്തോട്ട് ചെല്ലുന്നില്ല. നിങ്ങൾക്ക് തന്നെ കാണാം അവരുടെ വീടിന്റെ ഗേറ്റ് അവിടെയാണ്. ഒരു 9 മണി കഴിഞ്ഞ ഇവിടെ ഒരു മനുഷ്യനില്ല, ആരും ഇറങ്ങി നിർത്തുമല്ലൊന്നുമില്ല. നമ്മൾ എന്ത് ചെയ്യാനാണ്? ഇതിപ്പോ ഈ പുള്ളി ഞാൻ വന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഇത് ചെയ്തത് ഇതെല്ലാം തല്ലി തകർത്തിട്ട് ഞാൻ തന്നെയാണ്, നീ കൊണ്ട് കേസ് കൊടുത്തോളാൻ പറഞ്ഞു.